പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാൾസം പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അതായത് നമ്മൾ ബാൾസം പ്ലാന്റിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പും ഇട്ടിട്ടുണ്ട്. അപ്പം അതിലൊക്കെ പല രീതിയിൽ നമുക്ക് ബാൾസം പ്ലാന്റ് എങ്ങനെ നടാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബാൾസം പ്ലാന്റിന് പറ്റിയ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പോട്ടി മിക്സ്, അതായത് നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാനുമായിട്ടുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാൾസം പ്ലാന്റിന് മാത്രമല്ല, നമുക്ക് ഏത് പ്ലാന്റിന് വേണമെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഫുൾ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ഓഫേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കോംബോ ഓഫേഴ്സൊക്കെ, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് നേരെ നമ്മുടെ ബാൾസം പ്ലാന്റിൻ്റെ പോട്ടി മിക്സ്, നല്ലൊരു പോട്ടി മിക്സ് നമ്മുടെ പ്ലാന്റിന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ ബാൾസം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നടുന്ന സമയം മുതൽ അത് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളത് എന്നും കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പെട്ടെന്ന് കീടബാധ, പുഴുക്കേട് ഇതൊക്കെ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ബാൾസം പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുക്കുന്ന പോട്ടി മിക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാൾസം പ്ലാന്റ് ഒരുപാട് രീതിയിൽ നടുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്നും തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു പോട്ടി മിക്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഫംഗിസൈഡുകളോ കീടബാധയൊക്കെ വരാനുള്ള ചാൻസൊക്കെ വളരെയധികം കുറയും. അങ്ങനെ ഒരു പോട്ടി മിക്സ് ആണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം പോട്ടി മിക്സ് ഫസ്റ്റ് നമ്മൾ നടുന്ന സമയത്ത് പോട്ടി മിക്സ് തന്നെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റൊക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ ബാൾസം പ്ലാന്റ് എന്നല്ല, ഏതൊരു പ്ലാന്റ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ പോട്ടി മിക്സ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അത് പ്ലാന്റ് തന്നെ നശിച്ചു പോകുന്നൊരു സ്ഥിതി വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം നമ്മുടെ ബാൾസം പ്ലാന്റ് എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബാൾസം പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ തന്നെ പ്രിപ്പറേഷനാണ്, നമ്മൾ തന്നെ ചട്ടിയിൽ പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതുപോലൊരു ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടിയാണ്. അപ്പോൾ നമുക്ക് വെള്ളം വാർന്നു പോകാനൊക്കെ ആയിട്ട് കുറച്ച് കല്ലുകൾ നമുക്കിതിലേക്ക് അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പോട്ടി മിക്സ് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചകിരിച്ചോറ്, അതുപോലെ ഇത് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയ ചകിരിച്ചോറാണ് കേട്ടോ. ഇത് നമ്മുടെ ഗാർഡൻ സോയിലാണ്, സാധാരണ മണ്ണാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എംസാൻഡ് ആണ്. ഒന്നും വിചാരിക്കരുത്, എനിക്കിവിടെ മണൽ കുറവായതുകൊണ്ട്, മണൽ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ എംസാൻഡ് എടുക്കുന്നത്. നിങ്ങൾക്ക് മണൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഞാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു എംസാൻഡ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് സാഫാണ് കേട്ടോ. ഇതൊരു ഫംഗിസൈഡാണ്, എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ വേരൊക്കെ മുക്കി വെക്കാറുണ്ട്. പ്രിപ്പറേഷനൊക്കെ വെക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് തണ്ടൊക്കെ മുക്കിയിട്ട് കുത്തി വെക്കാറുണ്ട്, ഫംഗസ് ബാധകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഞാനൊരു തുള്ളി കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒത്തിരി അധികം ഇട്ടിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഡാപ്പാണ്. ഡാപ്പ് എന്ന് പറഞ്ഞാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. വളരെ നല്ല നമുക്ക് ചെടികളൊക്കെ റൂട്ടൊക്കെ പെട്ടെന്ന് തന്നെ ആഴത്തിലൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു വളമാണ് ഡാപ്പ്. അപ്പോൾ ഇത് നമുക്ക് നഴ്സറി കടകളിലും അതുപോലെ വളക്കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ഡാപ്പ്. അപ്പോൾ ഡാപ്പ് ഞാനിവിടെ ചെറിയ അളവിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. ഇതും വളരെ കുറച്ചേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്കറിയാം വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മുടെ ചെടികൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. കാരണം ജൈവവളം തന്നെയാണ്. ഡാപ്പ് മാത്രമേ നമ്മളൊരു രാസവളമായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് എല്ലുപൊടിയാണ്. എല്ലുപൊടിയും നമ്മുടെ ചെടിക്ക് വളരെയധികം പൊട്ടാസ്യമൊക്കെ പ്രദാനം ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ എംസാൻഡ് ഞാനിവിടെ മണലില്ലാത്തതുകൊണ്ട് യൂസ് ചെയ്തതാണെന്ന് പ്രത്യേകം പറയുകയാണ്. നിങ്ങളുടെ കയ്യിൽ മണലുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മണൽ തന്നെയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാനിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ ചാണകപ്പൊടിയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരമായിട്ട് നമ്മൾ എല്ലുപൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ചാണകപ്പൊടി ഉള്ളവരാണെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ.
ഇത്രയും മതിയാവും, ചാണകപ്പൊടീൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ചട്ടിയിലേക്ക് നമ്മുടെ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ നിറയെ ഇട്ടിട്ട് നമ്മുടെ ചെടി നടാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടൊരു പകുതി, 1/4 ഭാഗത്തോളം മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പോട്ടിൽ നിന്ന് നമ്മുടെ ചെടി മെല്ലെ പറിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെറൈറ്റി കളേഴ്സ് തന്നെയാണ്, നമുക്ക് ഡബിൾ ഷെയ്ഡിലുള്ള കുറച്ച് കളേഴ്സൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നടാൻ പോകുന്നത് കേട്ടോ. ഇത് നോർമൽ മണ്ണിലായിരുന്നു നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശരിയായിട്ടുള്ള പോട്ട് മിക്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ഈ ഒരു പോട്ട് മിക്സ് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മണ്ണ് മുഴുവനായിട്ട് കളയൂലേന്ന് എല്ലാവരും ചോദിക്കും. അപ്പോൾ മണ്ണ് കളയേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു പ്ലാന്റിൻ്റെ റൂട്ടൊക്കെ, പ്രത്യേകിച്ച് ബാൾസം പ്ലാന്റിൻ്റെയൊക്കെ റൂട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. നമ്മൾ മണ്ണൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ചിലപ്പം വേരൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നട്ട പ്ലാന്റിനെ നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കാം. ഇത്രയും മാത്രം മതി കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ എഫക്റ്റീവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ പുതിയ ബാൾസം പ്ലാന്റൊക്കെ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് പോട്ടിങ് മിക്സറിന് വേണ്ടിയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ടാവും. എന്തായാലും നിങ്ങളുടെ കമൻസൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.